നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ 2025 ഒക്ടോബർ 22 നടന്ന നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LD ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.33 മാർക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് കുറച്ച് പേര് 1-2 പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 154 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 174 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിൽ 20 പേരും, അങ്ങനെ 348 പേരുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുള്ളവരെല്ലാവരും പോയി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുക. നേരത്തെ വെരിഫിക്കേഷൻ OTV കിട്ടിയിട്ടുള്ളവർക്ക് പോകണ്ട. അതായത് നമ്മുടെ ഈ ഇടയ്ക്കാണ് നമ്മുടെ പൗൾട്രി ഫാമിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പേർക്ക് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് മെസ്സേജ് വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിയാത്തവർ ഉടൻ തന്നെ അവരവർക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റിൽ പോയി വെരിഫിക്കേഷൻ ചെയ്യുക. കോഴിക്കോടാണ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷന് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് കോഴിക്കോട് തന്നെ പോയി ചെയ്യണമെന്നില്ല. നമ്മുടെ അടുത്തുള്ള PSC ഓഫീസ്, നിങ്ങൾ ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ ആ ജില്ലയിൽ PSC ഓഫീസിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ചില ദിവസങ്ങളിൽ അവർക്ക് ഇവിടെ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും ഏത് ഡേറ്റിൽ ചെല്ലണമെന്ന് പറയും. അല്ല ചിലയിടത്ത് എല്ലാ ദിവസവും ചെയ്യുന്നിടവും ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചിട്ടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഏത് ദിവസമാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഡേറ്റിനെക്കാട്ടിലും മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പോയി അത് ചെയ്ത് വെക്കുക. അല്ലാതെ കോഴിക്കോട് തന്നെ പോയി ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു പഠിച്ച് ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനിയും നമുക്ക് ടൈപ്പിസ്റ്റ് എക്സാമുകൾ വരുന്നുണ്ട്. അടുത്ത ഒക്ടോബറിൽ നമുക്ക് എക്സാം ഉണ്ടായിരിക്കും. അപ്പം അതിനെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാകും. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് പെയ്ഡ് ക്ലാസ്സൊന്നും അല്ല, ജസ്റ്റ് യൂട്യൂബ് ക്ലാസ് ആണ്. അപ്പോൾ ആ യൂട്യൂബ് ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഫുൾ എന്തായാലും നമ്മൾ ടോപ്പിക്ക് സിലബസ് വൈസ് കവർ ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ട മലയാളം ക്ലാസ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അല്ലാതെയുള്ള ടെലഗ്രാം ചാനലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത്യാവശ്യമുള്ള ചില ക്ലാസ്സുകളൊക്കെ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് പേര് PDF നോട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പം പഴയൊരു ടെലഗ്രാം ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ ലിങ്ക് ഇട്ട് തരാം. അതിൽ ജോയിൻ ചെയ്താൽ മതി, PDF നോട്ട്സ് കിട്ടും. ഇനി 1-2 ദിവസത്തേക്ക് നാളെ മറ്റന്നാൾ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കത്തില്ല. അപ്പം നമ്മൾ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റുകളിലുണ്ട് LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുള്ളത്, അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഒരിക്കൽ കൂടി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക്